ട്രഷറി നിയന്ത്രണം കർശനമാക്കി ധനകാര്യ വകുപ്പ്. വേസ് ആൻഡ് മീൻസ് പരിധി 10 ലക്ഷമാക്കി കുറച്ചു. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം. ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ് ചന്ദ്രൻ, ഇത്തരത്തിലുള്ള ഒരു കർശന നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? ഇപ്പോൾ ട്രഷറി നിയന്ത്രണം ധനകാര്യ വകുപ്പ് കർശനമാക്കിയിരിക്കുകയാണ്. അസാധാരണമായ ഒരു നടപടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം സാധാരണഗതിയിൽ ഇത്തരം ഒരു നിർദ്ദേശം കൊടുക്കുന്നത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ മാത്രം കൈക്കൊള്ളുന്ന ഒരു കർക്കശമായ നടപടിയാണ്. 10 ലക്ഷം രൂപയ്ക്ക് മേലുള്ള ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ അതിന് ധനവകുപ്പിന് അനുമതി വേണമെന്നുള്ളതാണ് ഇതിലുള്ള നിർദ്ദേശം. ഇത് സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. ഇപ്പോൾ സാമ്പത്തിക വർഷത്തിന് ആദ്യം തന്നെ ഇത് ബാധകമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. എല്ലാ ട്രസ്റ്റുകളിലേക്കും നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ 25 ലക്ഷം രൂപയായിട്ട് ഈ നിയന്ത്രണ പരിധി ഉയർത്തിയിരുന്നു. അതായത് കഴിഞ്ഞ മാർച്ച് 20 മുതൽ 31 വരെയുള്ള സമയം, അതായത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ആ സമയത്ത് പോലും 25 ലക്ഷം രൂപയായിരുന്നു ട്രഷറി പരിധി. അതാണ് ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിരിക്കുന്ന ഈ ഏപ്രിൽ 1 മുതൽ ഈ പരിധി വീണ്ടും പഴയതുപോലെ 10 ലക്ഷം രൂപയായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ബില്ലുകളും പാസ്സാക്കണമെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണമെന്നുള്ളതാണ് പ്രത്യേകം. അതിനാവശ്യമായ മാറ്റങ്ങൾ വേസ് ആൻഡ് മീൻസ് ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ, അത് WAMS പറയുന്ന ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ വരുത്തി കഴിഞ്ഞതായിട്ട് ഉത്തരവിൽ പറയുന്നുമുണ്ട്. സാമ്പത്തിക വർഷം തുടക്കത്തിൽ ചെലവുകൾ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് സ്വീകരിക്കുന്ന അടിയന്തര നടപടി എന്ന് പറയുമ്പോൾ അത്രയധികം സാമ്പത്തികമായ പ്രതിസന്ധി സംസ്ഥാനം നിലനിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ നടപടി. എന്തായാലും അസാധാരണമായ നടപടിയായിട്ടാണ് സാധാരണ സാമ്പത്തിക വിദഗ്ധരെ കണക്കാക്കുകയും ചെയ്യുന്നത്. ധവളപത്രം സമർപ്പിക്കാൻ ഇരിക്കുകയാണ് നിയമസഭയിൽ. അതിന് മുന്നോടിയായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു ഉത്തരവ് വന്നിരിക്കുന്നതെന്ന് കണക്കാക്കേണ്ടി വരും. അഖില, ശരി, വലിയൊരു അസാധാരണമായ നടപടിയാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.